Eastern Europe, the studio of a famous puzzle inventor. So they want a puzzle that's harder than the original Rubik's Cube. Well, here's one they'll call Rubik's Revenge. This revenge is a masterpiece. Just being able to solve one side will be a real challenge. 2 sides are almost impossible. And all 6 will be the ultimate revenge. Rubik's Revenge, sent to you with love from Ideal. ഇതാണ് 4x4 റുബിക്സ് ക്യൂബ്. 1980-കളിൽ പീറ്റർ സെപ്സ്റ്റനി എന്നൊരാളാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ പേര് സെപ്സ്റ്റനി ക്യൂബ് എന്ന് ഇടാനായിരുന്നു പ്ലാൻ. പക്ഷേ അവസാനത്തെ മിനിറ്റിലാണ് മാർക്കറ്റ് പിടിക്കാനായിട്ട് റുബിക്സ് റിവെഞ്ച് എന്നതിന് പേരിടുന്നത്. അങ്ങനെ ഒരു പേരിടാൻ കാരണം 3x3 റുബിക്സ് ക്യൂബിനേക്കാളും കുറച്ചുകൂടെ പാടാണ് ഇത് സോൾവ് ചെയ്യാൻ. കുറച്ചുകൂടെ ലെയേഴ്സ് ഉണ്ട് ഇതിന്, 4 ലെയേഴ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. ഒരു 3x3 റുബിക്സ് ക്യൂബിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് വലിപ്പം കൂടുതലാണ്. പിന്നെ ഇതിന് സെൻറ്റർ പീസുകൾ 4 എണ്ണവും എഡ്ജ് പീസുകൾ 2 എണ്ണവും ഉണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത് ഷഫിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പീസുകളും മൂവ് ചെയ്യും. അതായത് സെൻറ്റർ പീസ് മറ്റേ ക്യൂബിനെ പോലെ ഫിക്സഡ് ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധാ റുബിക്സ് ക്യൂബിലെ കളർ സ്കീം എങ്ങനെയാണെന്ന് അറിയണം. അതായത് വെള്ളയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും മഞ്ഞ, നീലയ്ക്ക് ഓപ്പോസിറ്റ് പച്ച. അങ്ങനെ കളർ സ്കീമുകൾ അറിഞ്ഞിരുന്നാലേ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണാം, ഈ ക്യൂബ് ഷഫിൾ ചെയ്തതിൽ ഇപ്പോൾ സെൻറ്റർ എവിടെയാണ് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നത് ഇതിനെ ഒരു 3x3യുടെ ഒരു ഫോമിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത് ആദ്യം. എന്നിട്ട് നമ്മൾ 3x3 സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യും. ഇതിന് റിഡക്ഷൻ മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എല്ലാ സെൻറ്റർ പീസസും കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കും. എല്ലാ സൈഡിലും നടുക്കൊരു സ്ക്വയർ ബോക്സ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 എഡ്ജുകളുടെ കാര്യം പറഞ്ഞില്ലേ, അത് രണ്ടും ഒരേ കളറാണ്. അത് നമ്മൾ പെയർ ചെയ്യണം. അങ്ങനെ ഈ ക്യൂബ് മൊത്തത്തിൽ എല്ലാ എഡ്ജുകളെയും നമ്മൾ പെയർ ചെയ്യണം. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മളൊരു 3x3 സോൾവ് ചെയ്ത പോലെ ഫുള്ള് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ലെയർ ആകുമ്പം ഇതുപോലത്തെ ചില സ്പെഷ്യൽ കേസുകൾ വരും. പിന്നെ പാരിറ്റി എറർ എന്നാണ് പറയുന്നത്. അതായത് 3x3 വരാത്ത 2-3 കേസുകൾ ഇതിൽ വരും. ഇത് സോൾവ് ചെയ്യാൻ നെറ്റിൽ ഇഷ്ടംപോലെ മെത്തേഡുകളുണ്ട്. ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിലും പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ സിറ്റുവേഷനിൽ വരുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് റുബിക്സ് റിവെഞ്ച് എന്ന 4x4ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.